വെൽക്കം ബാക്ക്. അപ്പോൾ ഡൽഹി സെറ്റ് 1 2025 നമ്മൾ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 6. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. 2 right circular cylinders of equal volumes have their height in the ratio 1:2, the ratio of their radii. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ മാതിരിയാണ് നമ്മൾ എങ്ങനെ ചെയ്യും നോക്കിയാൽ ഒന്നുകൂടെ നമുക്ക് ക്വസ്റ്റ്യൻ ഫെമിലിയർ ആവാം. 2 right circular cylinders ഓഫ് ഈക്വൽ വോളിയം, 2 റൈറ്റ് സർക്കുലർ സിലിണ്ടർ ഉണ്ട്, അവരുടെ വോളിയം ഈക്വലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ 2 വോളിയം ഈക്വലാന്ന് പറയുന്ന കേസുകളിൽ ചിലപ്പോൾ റൈറ്റ് സർക്കുലർ സിലിണ്ടർ ആയിരിക്കും, അല്ലെങ്കിൽ കോണായിരിക്കും, അല്ലെങ്കിൽ 2 ബോൾ സ്ഫിയർ ആയിരിക്കും. അങ്ങനെ എന്ത് 2 ഐറ്റത്തിൻ്റെ വോളിയംസ് ഈക്വലാന്ന് പറഞ്ഞാൽ ആ വോളിയത്തിൻ്റെ ഇക്വേഷൻ എഴുതിയിട്ട് ആ 2 തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ റൈറ്റ് സർക്കുലർ സിലിണ്ടറിൻ്റെ വോളിയം ഈക്വലാന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ഫസ്റ്റ് സിലിണ്ടർ ഈക്വൽ ടു വോളിയം ഓഫ് സെക്കൻഡ് സിലിണ്ടർ എന്ന് ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഹൗ ദിയർ ഹൈറ്റ് ഇൻ ദ റേഷ്യോ, ഹൈറ്റിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. ചിലപ്പോൾ ഇവിടെ ഹൈറ്റിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്, എന്നിട്ട് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? റേഡിയസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ റേഡിയസിൻ്റെ റേഷ്യോ തരാം, എന്നിട്ട് ഹൈറ്റിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ പറയാം. അപ്പോൾ എങ്ങനെയായാലും വോളിയംസിൻ്റെ തമ്മിൽ ഇക്വേഷൻ വോളിയം ഓഫ് ഫസ്റ്റ് സിലിണ്ടർ ഈക്വൽ ടു വോളിയം ഓഫ് സെക്കൻഡ് സിലിണ്ടർ. ഇപ്പോൾ വോളിയം ഓഫ് ഫസ്റ്റ് സ്ഫിയർ അല്ലെങ്കിൽ ബോൾ സ്ഫിയർ ഈക്വൽ ടു വോളിയം ഓഫ് സെക്കൻഡ് സ്ഫിയർ എന്ന് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ഈക്വൽ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, വോളിയം ഈക്വലാന്ന് പറഞ്ഞാൽ ആ ഏതിൻ്റെയാണോ വോളിയം അത് തമ്മിൽ വോളിയം ഓഫ് ഫസ്റ്റ് സിലിണ്ടർ ഈക്വൽ ടു വോളിയം ഓഫ് സെക്കൻഡ് സിലിണ്ടർ, അല്ലെങ്കിൽ കോണാണ് തന്നിരിക്കുന്നെങ്കിൽ വോളിയം ഓഫ് ഫസ്റ്റ് കോൺ ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് സെക്കൻഡ് കോൺ, അല്ലെങ്കിൽ സ്ഫിയർ ആണെങ്കിൽ വോളിയം ഓഫ് ഫസ്റ്റ് സ്ഫിയർ ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് സെക്കൻഡ് സ്ഫിയർ. അങ്ങനെ എഴുതി ഇക്വേറ്റ് ചെയ്യുക ആദ്യം. അതിനുശേഷം സിലിണ്ടർ ആണെങ്കിൽ സിലിണ്ടറിൻ്റെ വോളിയം കാണുന്നതിനുള്ള ഇക്വേഷൻ, കോണാണ് പറഞ്ഞിരിക്കുന്നത് കോണിൻ്റെ വോളിയം കാണുന്ന ഇക്വേഷൻ, അങ്ങനെ സ്ഫിയർ ആണെങ്കിൽ സ്ഫിയറിൻ്റെ വോളിയം കാണുന്ന ഇക്വേഷൻ. ആ 2 ഇക്വേഷനുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് കോണായതുകൊണ്ട് ഇവിടെ നമുക്ക് റൈറ്റ് സർക്കുലർ സിലിണ്ടർ ആയതുകൊണ്ട് സിലിണ്ടറിൻ്റെ എന്താണ് ഇക്വേഷൻ? πr² ആണ് വോളിയം കാണുന്നതിനുള്ള ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഇവിടെ 2 2 സിലിണ്ടർ ഉള്ളതുകൊണ്ട്, കോണല്ല സിലിണ്ടർ, ഇവിടെ സിലിണ്ടറാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 2 സിലിണ്ടർ ഉള്ളതുകൊണ്ട് ഒന്നാമത്തതിൻ്റെ റേഡിയസിനെ R1 എന്നും രണ്ടാമത്തതിൻ്റെ റേഡിയസിനെ R2 എന്നും എടുത്തു. ഒന്നാമത്തതിൻ്റെ ഹൈറ്റിനെ H1 എന്നും രണ്ടാമത്തെ സിലിണ്ടറിൻ്റെ ഹൈറ്റിനെ H2 എന്നും എടുത്തു. അതാണ് πr² H1 πr² ആണ്. പകരം R1ഉം H1ഉം ഇട്ട് കൊടുത്തു ഒന്നാമത്തതിൻ്റെ എന്നറിയാൻ. രണ്ടാമത്തേതെന്നറിയാൻ R2 എന്നും H2 എന്നും എഴുതി കൊടുത്തു. അങ്ങനെ അതാണ് πr² H ആണ് ഇക്വേഷൻ. പക്ഷേ R1ഉം H1ഉം ഇട്ട് കൊടുത്തു. ഇവിടെ R2 H2 ഇട്ട് കൊടുത്തു. നമ്മളിതിങ്ങനെ ഓർത്താൽ മതി. πr² ഈക്വൽ ടു πr²H. ഏതാ? ഓളി ഈക്വലാന്നല്ലേ പറഞ്ഞത്. ഒന്നാമത്തേൻ്റെ πr1² H1 R2, ഇവിടെ 2 R2 H2 ഇങ്ങനെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഹൈറ്റിൻ്റെ റേഷ്യോ വന്നിട്ടുണ്ട് 1:2 എന്ന്. ഈ 1:2 എന്നുള്ള ഹൈറ്റിൻ്റെ റേഷ്യോയെ ഒന്നാമത്തെ നമ്പറിനെ ആദ്യത്തെ ഹൈറ്റായിട്ടും രണ്ടാമത്തെ നമ്പറിനെ ഇതിൻ്റെ ഹൈറ്റായിട്ടും അങ്ങ് എടുക്കുക. അപ്പോൾ വാല്യൂ ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് ഒന്നുകൂടി ഞാൻ പറയാം. ആദ്യം വോളിയം ഓഫ് ദ ഫസ്റ്റ് സിലിണ്ടർ ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് സെക്കൻഡ് സിലിണ്ടർ എന്ന് നമ്മൾ ഇക്വേറ്റ് ചെയ്തു. വോളിയം കാണാനുള്ള ഇക്വേഷൻ πr² ആണ്. അപ്പോൾ πr² ഈക്വൽ ടു πr² നമ്മൾ ഇട്ടു. എന്നിട്ട് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഒന്നാമത്തതിൻ്റെതിന് R1 എന്നും H1 എന്നും കൊടുത്തു. റേഡിയസിന് നമ്മൾ ചുമ്മാ ആ πr² ഈക്വൽ ടു πr² എന്ന് എഴുതിയാലും മതി, തെറ്റത് ഞാൻ കേട്ടോ. πr².
ഇങ്ങനെ ഇട്ടു. ഇനി ഇവിടെ 1 1 കൊടുത്തു, ഇവിടെ 2 2 കൊടുത്തു. അതേ ചെയ്തോളൂ. ഇനി ഹൈറ്റിൻ്റെ റേഷ്യോയിൽ ഇത് ഒന്നാമത്തതിൻ്റെ ഹൈറ്റാണ്, ഇത് രണ്ടാമത്തതിൻ്റെ ഹൈറ്റാണ്. അപ്പോൾ H1 പകരം 1 ഇട്ട് കൊടുത്തു, H2 പകരം 2 ഇട്ട് കൊടുത്തു. ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഈ പയ്യെയും വെട്ടിക്കളഞ്ഞു, ഈ പയ്യും വെട്ടിക്കളഞ്ഞു, രണ്ട് സൈഡിലും ഉണ്ട്. പിന്നെ ഏതാ ഉള്ളത്? R1² × 1, R1² തന്നെ. ഇവിടെ ഏതാ? R2² × 2 ഉണ്ട്. നമുക്ക് കിട്ടേണ്ടത് റേഡിയസിൻ്റെ റേഷ്യോ ആണ്. റേഡിയസിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ R1:R2. R1:R2 എന്ന് പറയുന്നത് തന്നെയാണ് R1/R2. അപ്പോൾ നമ്മൾ എന്തെടുത്തു? ഈ R2നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. R1² /R2² ഏതാ? ഈ 2. ഈ 2 ആണ് നമ്മൾ എഴുതിവിടെ. ഇനി നമ്മൾ എടുത്തു. ഇനി റേഷ്യോയിലോട്ട് വരണമല്ലോ. അപ്പോൾ 2 മാത്രം വന്നാൽ നമുക്ക് റേഷ്യോയിൽ വരുമ്പോൾ 2 നമ്പർ വരണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു 1 ഡിനോമിനേറ്ററിനെ സാങ്കല്പികമായിട്ടുള്ളൊരു 1, എല്ലാ നമ്പറിനും ഒരു 1 ഡിനോമിനേറ്ററായിട്ട് ഉണ്ടാകുമല്ലോ. ഇവിടെ നമ്മൾ റേഷ്യോ ആക്കാൻ വേണ്ടി താഴെ ഒരു 1 കൊടുത്തു. 5 എന്ന് പറഞ്ഞ നമ്പറുണ്ട്, അതിന് 1 എന്ന് പറഞ്ഞ ഒരു ഡിനോമിനേറ്റർ ഉണ്ട്. 2 എന്ന് പറഞ്ഞൊരു നമ്പറുണ്ട്, അതിന് 1 എന്നൊരു ഡിനോമിനേറ്റർ ഉണ്ട്. എല്ലാ നമ്പറിനും ഡിനോമിനേറ്റർ 1 ആണ്. നമ്മൾ 10 എന്ന് പറഞ്ഞാൽ 10ൻ്റെ ഡിനോമിനേറ്റർ 1 ആണ്. പക്ഷെ അത് സാങ്കല്പികമായിട്ട് നമ്മളിങ്ങനെ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ 1 നമ്മളിങ്ങനെ എടുത്തു റേഷ്യോ ആക്കാൻ വേണ്ടിയിട്ട് താഴെ 2/1 എന്ന് വന്നു. അപ്പോൾ R1² /R2² ആണ് 2/1. അപ്പോൾ R1/R2 എന്ന് പറഞ്ഞാൽ √2/1. അപ്പോൾ √2/1 എന്ന് പറഞ്ഞാൽ മുകളിൽ നമ്മൾ റൂട്ട് ചെയ്യണം, താഴെ റൂട്ട് ചെയ്യണം. √2/1. √2 എന്ന് പറഞ്ഞാൽ √2 എന്ന് തന്നെ എഴുതി. √1 എന്ന് പറഞ്ഞാൽ 1 തന്നെ. അപ്പോൾ √2/1 എന്ന് വന്നു. അപ്പോൾ R1:R2 എന്ന് പറഞ്ഞാൽ √2:1. ഇങ്ങനെ നമുക്ക് √2:1 എന്ന് ആൻസർ കിട്ടി. ഇവിടെ എയിലുണ്ട് ആൻസർ. ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ ഒന്നും നമുക്ക് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നമ്മൾ സിലിണ്ടറിൻ്റെ ഇക്വേഷനും ഒരു പുറകിലോട്ട് പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. സർക്കുലർ സിലിണ്ടറാണ് വരുന്നതെങ്കിൽ സിലിണ്ടറിൻ്റെ ഇക്വേഷൻ, കോണാണ് വരുന്നത് കോണിൻ്റെ ഇക്വേഷൻ, സ്ഫിയറാണ് വരുന്നതെങ്കിൽ സ്ഫിയറിൻ്റെ ഇക്വേഷൻ. അത് നമ്മൾ കാണാതെ പഠിച്ച് വയ്ക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം 2 സർക്കുലർ സിലിണ്ടേഴ്സ് ഓഫ് ഈക്വൽ വോളിയംസ് എന്ന് പറഞ്ഞാൽ വോളിയംസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. വോളിയം ഓഫ് ഫസ്റ്റ് സിലിണ്ടർ ഈക്വൽ ടു വോളിയം ഓഫ് സെക്കൻഡ് സിലിണ്ടർ എന്നുള്ള ഇക്വേഷൻ അതങ്ങ് എഴുതി കഴിഞ്ഞാൽ, ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്, സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ അത് ഇക്വേഷനാക്കി അങ്ങ് എഴുതി കഴിഞ്ഞാൽ നമ്മൾക്ക് ഉത്തരത്തിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ വോളിയം ഓഫ് ഫസ്റ്റ് സിലിണ്ടർ ഈക്വൽ ടു വോളിയം ഓഫ് സെക്കൻഡ് സിലിണ്ടർ, എന്നിട്ട് പിന്നെ വോളിയം കാണാനുള്ള ഇക്വേഷൻ അതൊന്ന് എഴുതുക, അത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. ഒരു കോമൺ വരുന്നതൊക്കെ വെട്ടിക്കളയുക. ബാക്കിയുള്ളതിന് ഹൈറ്റാണെന്നെങ്കിൽ ഹൈറ്റിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് R1/R2 കണ്ടുപിടിക്കുക. ഇങ്ങനെ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. ഓക്കെ.